السلام عليكم ورحمة الله وبركاته. വലൈക്കുമുസ്സലാം. നമ്മളെ നമ്മളെ ക്ലാസ് ഉണ്ടാവാറ് മൂന്ന് ക്ലാസ്, ഓരോ വിഷയം 3 ക്ലാസ് കഴിയും, പിന്നെ അടുത്ത വിഷയം തുടങ്ങും. അങ്ങനെ ഉണ്ടോ? കഴിഞ്ഞ തജ്വീദിൻ്റെ 3 ക്ലാസ് കഴിഞ്ഞു, പിന്നെ നമ്മൾ ദുറൂസിൻ്റെ 3 ക്ലാസ് കഴിഞ്ഞു, ഫിഖിൻ്റെ 3 ക്ലാസ് കഴിഞ്ഞു, പിന്നെ എന്ത് ചെയ്തു? തജ്വീദ് കടന്നു അല്ലേ? അങ്ങനെയാണ് നമ്മൾ ക്ലാസ് ഉണ്ടാവുക. മനസ്സിലായില്ലേ? ഇനി നാളെ എന്തായിരിക്കും വിഷയം? അപ്പോൾ തജ്വീദ് ഇൻഷാ അല്ലാഹ്. അല്ലെങ്കിൽ നമുക്ക് ഓർഡർ തെറ്റും, ക്ലാസ്സുകൾ ചിലത് മിസ്സാവും, ചിലത് കവർ ചെയ്യാതെ പോവും. മനസ്സിലായില്ല? അപ്പോൾ പ്രശ്നമാണ്. നമുക്ക് എല്ലാ ഭാഗവും ക്ലിയർ ആക്കണ്ടേ? നമുക്ക് തുടങ്ങിയല്ലേ? ഇൻഷാ അല്ലാഹ്. അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി കുല്ലിഹിം വസ്സഹാബത്തി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോൾ മക്കളെ, കഴിഞ്ഞ ക്ലാസ്സിന് നമ്മൾ എന്താ പറഞ്ഞത്? നമ്മൾ 3 ടീമിനെ കുറിച്ച് പറഞ്ഞല്ലേ? ഏതൊക്കെയാണ് നമ്മളെ കളിയിലെ ടീമുകൾ? സൻഹ, ഫാത്തിമ, ഏതൊക്കെയാണ് നമ്മളെ ടീം? ഫാത്തിമ സൻഹ സൻഹ ഫാത്തിമ പറഞ്ഞു. ഫാത്തിമ സൻഹ പറയും. ഫാത്തിമ സൻഹ. സഫേ എവിടെ ആളെ സംസാരം? ഫാത്തിമ സഫല്ല, വേറൊരാളുണ്ട് ഫാത്തിമ സൻഹ എന്ന് പറഞ്ഞിട്ട് പേര്. എന്നാ ഫാത്തിമ സഫ പറയും. 3 ടീം ഏതൊക്കെ? എന്നാല് റബിയത്ത് പറയും. എന്താ മുത്തമാസിലാനി എന്ന് പറഞ്ഞാല്? ചോക്ലേറ്റ് അതല്ല, ചോക്ലേറ്റ് ഇതിലല്ല, ചോക്ലേറ്റ് അവിടെ. റബിയത്ത് പറയക്കരെ, എവിടെ? എന്താ മുത്തമാസിലാനി? അതിന് ഉദാഹരണം ബിഷർ പറയും. നിങ്ങളൊക്കെ കൂട്ടുകാരല്ലേ? ഇതിലാരെയും പരിചയമുണ്ടോ പരസ്പരം? ആർക്കാ പരിചയമുള്ളത്? റുഷ്ദ്, ഫാത്തിമ സനി ഒരേ ക്ലാസ്സിലാ? വേറെ ഇതിന്ന് പരിചയപ്പെട്ട ആരെയുണ്ടോ? പേര് കേട്ട് പരിചയം ഉണ്ടാവൂലേ? ഇന്നലെ ചേർന്നിട്ടുള്ളൂ. അൽഫിയ ഹുസൈൻ്റെ ഉസ്താദിന്റെ പേര് സലാം സഖാഫിയാണോ? ഓക്കെ. അപ്പോ എന്നാല് റബിയത്ത് പറഞ്ഞല്ലേ? എന്നാല് ബിഷ്ർ പറയ്, ഉദാഹരണം പറയടാ മുത്തമാസിലാനിക്ക്. ഉത്തരം പറഞ്ഞ സമ്മാനുണ്ട്, ചോക്ലേറ്റ്. ഓൺലൈനിലൂടെ തരുള്ളൂ, നേരിട്ട് തരൂല. ആദ്യം ഉത്തരം പറയും, എന്നിട്ട് തീരുമാനാക്കി എങ്ങനെ തരിക എന്നൊക്കെ ഉള്ളത്.
ബിസ്ർ പറയ്. ഉദാഹരണം പറയൂ ബിസ്റേ. ബിസ്റേ പറയടാ ബിസ്റേ. നോക്കാൻ പോയതാ. ഹഫീ പറയ്. അതാണ് നല്ല കുട്ടികള്. കണ്ടില്ല, മലപ്പുറത്തേരെ കണ്ട് പഠിക്കും ബിസ്റേ. ഹഫീ പറയ്. എന്ത് എന്ത് എന്നുള്ളത് മഖ്റജും സിഫത്തും ഒരേപോലെ ആയ അക്ഷരം ഏതൊക്കെയാണ്? രണ്ട് ബാ അല്ലേ? ഒന്നാമത്തെ ബായിനെ രണ്ടാമത്തെ ബായിലേക്ക് എന്ത് ചെയ്തു? ഇദ്ഗാം ചെയ്തു. അതാണ് ഈ പാഠത്തിൽ പ്രധാനമായിട്ടുള്ളത്. ഇദ്ഗാം ചെയ്യുക, രണ്ടക്ഷരങ്ങൾ തമ്മിൽ ഇദ്ഗാം ചെയ്യുക. അപ്പൊ അക്ഷരങ്ങൾ 3 രൂപത്തിലുണ്ട്. നമ്മൾ അക്ഷരങ്ങൾ എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും ഇദ്ഗാം ചെയ്യും. ഇദ്ഗാം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒന്ന് ഒന്നിലേക്ക് കൂട്ടിച്ചേർക്കുക അല്ലേ? ഇങ്ങനെ ചെയ്യുന്നത് അക്ഷരങ്ങളുടെ വിഭാഗം 3 ഉണ്ട്. അക്ഷരങ്ങളുടെ വിഭാഗം 3 ഉണ്ട്. ഒരു വിഭാഗത്തിന്റെ പേരാണ് ഏത്? മുതമാസിലാനി. രണ്ടാമത്തെ വിഭാഗത്തിന്റെ പേരാണ് ഏത്? മുത്തജാനിസാനി. മറ്റേ വിഭാഗത്തിന്റെ പേരാണ് ഏത്? എന്നാലും അത്രയൊന്നും ഇന്നലെ ക്ലാസ്സിൽ ശ്രദ്ധിക്കാത്ത ഒരു വിഷയമുണ്ട്. അത് നമ്മളെ റിസ്വാന് പറയും. റിസ്വാൻ, റിസ്വാൻ ചായ അടിക്കാൻ പോയാ? എടാ റിസ്വാനെ വാടാ. റിസ്വാനെ ആ വാടാ. എന്താ നമ്മളെ ഇമാമ് ഖിറാഅത്തിന്റെ ഇമാമാരാ? ഇമാം ഷാഫി ഫിഖഹിലാണ്. എന്നാ വേറൊരാള് പറഞ്ഞു കൊടുക്കി. റിദ്വാനെ കേട്ടോ? താഹിറ പറഞ്ഞുതരും. താഹിറ പറയും. താഹിറ 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 താഹിറ. ആ ഇമാം ആസിം റഹിമഹുല്ലാ. റിദ്വാൻ മറക്കുവോ? റിദ്വാനോടാ ചോദിച്ചത്. റിദ്വാനെ മറക്കുവോ? അപ്പൊ നമ്മളെ ഖിറാഅത്തിന്റെ ഇമാമ് ഷാഫി ഇമാമല്ലേ റിദ്വാനെ? അല്ലേ? റിദ്വാനോടാണ് ചോദ്യം. ചോദ്യം റിദ്വാനോടാണ്. റിദ്വാനെ നമ്മള് ഈ ഖിറാഅത്തിന്റെ ഇമാമ് ഷാഫി ഇമാമല്ലേ? പിന്നെ നമ്മള് ഖിറാഅത്തിന്റെ ഇമാമ് അശ്അരി ഇമാമാണോ? പിന്നെ ആരാണ്? റിദ്വാൻ തന്നെ പറയും. റിദ്വാൻ പറയും ആരാണ്? റിദ്വാനെ പറയടാ. റിദ്വാൻ അവിടെ തെറ്റിച്ച് പറഞ്ഞിങ്ങനെ അത് തിരുത്തിയിട്ട് ഇനി പോവാ. അല്ലെങ്കിൽ 10 ഏത്തിടണം. റിദ്വാനെ പറയ് ആരാണ് നമ്മള് ഖിറാഅത്തിന്റെ ഇമാമേ? മറന്നുപോയാ? റിദ്വാൻ നേരെ കളി. റിദ്വാനെ പറയ് ആരാണ് ഖിറാഅത്തിന്റെ ഇമാമാരാ? വേഗം പറയ്. വേഗം പറഞ്ഞാല് ചോക്ലേറ്റ് ഉണ്ട്. റിദ്വാൻ കിട്ടാ, വേറെ ആർക്കും. പറയടാ മോനെ. എന്നാ ഒരാൾ പറഞ്ഞു കൊടുക്കുക. ആരാ പറഞ്ഞു കൊടുക്കുക? റുഷ്ദ പറഞ്ഞു കൊടുക്കുക. റുഷ്ദ പറഞ്ഞു കൊടുക്കുക. ഇമാം ആസിം റഹിമഹുല്ലാ. റിദ്വാനെ ആരാണ് പറഞ്ഞത്? റുഷ്ദ ആരാ പറഞ്ഞത്? അല്ല റിദ്വാൻ പറയട്ടെ. റിദ്വാൻ പറയട്ടെ. ഓൻ തിരുത്തണത്. ഇമാം
ആസിം റഹിമഹുല്ല. എന്താണ് പേര്? ഇതിൽ ഇനിയും ഉണ്ടാവും, കിട്ടാത്ത ആളുകൾ അല്ലേ? ഏതാ വേറെ കടിയില്ല. ഒരു മിനിറ്റ് മക്കളെ, വെയിറ്റ് ചെയ്യ് ഒറ്റ മിനിറ്റ്. ആ റിൽവാനെ, ആരടാ വരക്കണേ? ഞാനിവിടെ കാര്യമായിട്ട് ഒരു സാധനം കൊടുത്തു വെച്ചാൽ പോലതാക. ഹൗ 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 എന്തോ ഒരു കഷ്ടം. റിൽവാനെ, ഇതിൽ വരക്കാനൊക്കെ എനിക്ക് ഉഷാറാണ്. ആസിം റഹിമഹുല്ലാന്ന് പറയാനായിരിക്കല്ലേ? അഫിയെ, തിരൂർക്കാർ അങ്ങനൊന്നും കളിക്കൂലല്ലോ. ആ എന്നാ കളിക്കല്ലേ. ആ എന്റെ പേര് പോകുന്നില്ല. ഓ കളിച്ചിട്ടില്ല, നിങ്ങളെ വെണ്ണക്കോട്ടേരാ കളിച്ചു. റിൽവാന് ആരടാ വരക്കണേ? ഇതെന്താ റിൽവാന് വായിക്കേ? ഇതാരാ? എന്താ പേര്? ആസിം റഹിമഹുല്ല. എന്ത്? ആസിം റഹിമഹുല്ലയാണ് എന്ത്? നമ്മുടെ ഖിറാഅത്തിന്റെ ഇമാമ് അല്ലേ? റിൽവാൻ ഇനി കാണുന്നില്ല എന്ന് പറയണ്ട, കണ്ടില്ലേ വല്ല എഴുത്ത്. എന്താ വായിക്കലേ? ആ ആസിം റഹിമഹുല്ല എന്നൊക്കെ പറഞ്ഞ് പഠിക്കണോ? ആസിം റഹിമഹുല്ല. എന്ത്? റഹിമഹുല്ല. മനസ്സിലായോ? ഇതറിയാത്ത ആരെയുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പറഞ്ഞോളിട്ടാ, നമ്മൾ ഇവിടുന്ന് തിരുത്തുക. പറഞ്ഞോളി, ധൈര്യമായിട്ട് പറഞ്ഞോളേ. ആർക്കാ ഇനി അറിയാത്ത നമ്മൾ ഇമാമിന്റെ പേര്? ഖിറാഅത്തിൽ നമ്മൾ ഇമാമിന്റെ പേര് അറിയാത്തവര് പറയും. പറയൂ മക്കളെ, ആരാ അറിയാത്ത? എല്ലാവർക്കും അറിയോ? സെറ്റ് 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 പവറാക്കി, പവറ്. എല്ലാരും തിരിച്ചിട്ട്, ആ തിരിച്ചിട്ട് എല്ലാരും. ആ ഓക്കെ. എന്ത്? എന്താ? ആയിക്കോട്ടെ. ഏയ് കുട്ടികളെ, തിരിച്ചിട്ടല്ലൊക്കെ ഞങ്ങൾ മലപ്പുറത്തേക്ക് എപ്പോഴും തിരിച്ചിടും. ആ അപ്പോൾ ഏതായാലും നമുക്ക് ആസിം റഹിമഹുല്ലയുടെ ഖിറാഅത്തിൽ 2 അക്ഷരങ്ങൾ അഥവാ 4 അക്ഷരം, 2 ജോഡി അക്ഷരങ്ങളുടെ മുത്തഖാരിബാനിയായ ഏതൊക്കെയാണതെന്ന് ഞാൻ പറയണവരാണ് പറയേണ്ടത്. അഹമ്മദ് സിനാൻ. കാഫിനെ കാഫിലേക്കും ലാമിനെ റായിലേക്കും. അതൊരു ഉദാഹരണം ഞാൻ പറയണവര് പറയണം. മെഹറിൻ ഫാത്തിമ. ആ വേഗം മൈക്ക് ഓഫാക്കി, മൈക്ക് ഓണാക്കി. ആ മെഹറിൻ ഫാത്തിമ. മെഹറിൻ ഫാത്തിമ.
പറയൂ. മുത്തഖാരിബാനിക്ക് ഒരു ഉദാഹരണം. റബ്ബി അല്ലേ? എന്നാല് ഫാത്തിമ സൻഹ പറഞ്ഞല്ലേ? ഫിദ 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 എവിടെ ഈ ഫിദ? ഫിദ ഉറങ്ങിയ? എന്നാലേ ഷമീമ വേറൊരു ഉദാഹരണം പറയും. അതിൽ ആമും റാവും ഉള്ളതല്ലേ? മറ്റൊന്ന് ഖാഫും കാഫും ഉള്ളത്. അല്ലേ? ഓക്കെ അല്ലേ? അങ്ങനെ ആ ഭാഗം എല്ലാവർക്കും ക്ലിയർ അല്ലേ? ആരൊക്കെ റബ്ബെ ഞാനിതിന്ന് പോയപ്പോത്തിന് സ്ക്രീനിലാകെ കളിച്ചിക്കണ്. വെറുതെ അല്ല ഇവിടെ ശ്രദ്ധിക്കാത്ത. എന്താണ് കുട്ടികൾ ഇതൊക്കെ ഞാൻ ഇപ്പൊ ഇരുന്ന് ഡിലീറ്റ് ചെയ്യണ്ടേ? ടൈം അങ്ങനെ പോണ്. ആയിക്കോട്ടെ, ഞാൻ കളിക്കരുതേ സ്ക്രീനില്. മക്കൾ നമുക്ക് തുടരാ പേപ്പറ്. ഓക്കെ. ഇതാ വരുന്നു പേപ്പറ്. ഇതാ വന്നു. നമ്മൾ എവിടെ എത്തിയത്? ബാ ഇന്നെ മീമിൽ ഇദ്ഗാം ചെയ്ത് ഓതണം. അവിടെ അല്ലേ നമ്മൾ നിർത്തിയത്? അതുവരെ 6 ചോദ്യം ഉള്ളത്. എല്ലാ പാടും ക്ലിയർ ആയില്ല എല്ലാവർക്കും? സെറ്റ്. അടുത്തത് ചേരുമ്പടി ചേർക്കല്ലേ? ചേർക്കുക. എല്ലാരും പേന കൂർപ്പിച്ചിരുന്നോളി. ചേർക്കാൻ പോവണേ. ചേർക്കട്ടെ? ചേർക്കണേ. റായിനെ തെർക്കീക്ക് ചെയ്തോ. റായിനെ അത് നമുക്ക് പറയേണ്ട ആവശ്യമുണ്ടോ? റായിനെ തെർക്കീക്ക് ചെയ്ത് ഉച്ചരിക്കാണെന്ന് ഇപ്പുറത്തെ ചോദ്യം കണ്ട. രണ്ടാമത്തെ ചോദ്യം ഇതേ ചോദ്യാണ് എവിടെ വന്നത്? അപ്പുറത്ത് വന്നത് അല്ലേ? ഇവിടെ ഉദാഹരണം വ്യത്യാസം ഉണ്ടാവുള്ളൂ അല്ലേ? ഇവിടെ ഉദാഹരണം വ്യത്യാസം ഉണ്ടാവും, പക്ഷേ ഉച്ചാരണം ഒരുപോലെ ആയിരിക്കും. ഈ ഭാഗത്ത് നമ്മൾ 4 കാരണങ്ങൾ പറഞ്ഞിരുന്നു അല്ലേ? എത്ര കാരണങ്ങൾ പറഞ്ഞിരുന്നു? ഒന്ന് ആരാ പറയാ? റുഷ്ദ പറയും. റായിന് കസ്റാവുക. ഒന്ന് റായിന് കസ്റാവുക. ഓക്കെ അല്ലേ? ഇതറിയാത്ത ആരുള്ളത്? റായിന് കസ്റായ തെർക്കീക്ക് ചെയ്യണമെന്ന് അറിയാത്ത ആരുള്ളത്? റായിന് കസ്റായാൽ തെർക്കീക്ക് ചെയ്യണം എന്നറിയാത്ത ആരുണ്ടോ? റായിന് എന്താണ്? കസ്ർ. ഇതേതാ റായിനെ? ഇത് റാ ട്ടോ. റായിന് എന്താണ്? ഈ കസ്റായ റായിനെ, കസ്റായ റാ, ഈ കസ്റായ
ഇത് തെർക്കീക്കാണോ തഫ്ഖീമാണോ? തെർക്കീക്ക് അല്ലേ? ഇതെന്താണ്? തെർക്കീക്കാണ്. ഓക്കെ അല്ലേ? ഇനി ഇത് ഏതിന്റെ അടിയിൽ വന്ന ഏതെങ്കിലും ഒരു അക്ഷരത്തിന്റെ അടിയിൽ ഈ കെസ്റുള്ള റാ വന്നാൽ എന്താ നമ്മൾ വായിക്കുക? രി. അപ്പൊ നമ്മള് റിൽവാനെന്നാ പറയാ. നമ്മളാ സ്ക്രീനിൽ കളിക്കണ കുഞ്ഞാപ്പൂനെ വിളിക്കേണ്ടത് എന്താ? റിൽവാനെന്നാണോ റിൽവാനെന്നാണോ? റിൽവാൻ. എന്ത്? ആ, സ്ക്രീനിൽ കളിച്ചാലുള്ള പണിഷ്മെന്റ് ആണ്. ഓലെ പേര് പരസ്യമായിട്ട് ഇവിടെ എല്ലാരും കൂടി പറയും. ഇപ്പൊ റിൽവാന്റെ പേര് എല്ലാരും പറഞ്ഞില്ലേ? അപ്പൊ അവിടെ തെർക്കീക്ക് കിട്ടി. ഇനി തെർക്കീക്ക് മറന്നു പോവോ? ഇനി പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കണേ. തെർക്കീക്ക് റായിനെ തെർക്കീക്ക് ചെയ്യുന്ന ഒരു കാര്യം ഇതാന്ന് പറഞ്ഞാല് നമുക്ക് ആദ്യം ഓർമ്മ വരും, അല്ലാ സ്ക്രീനിൽ കളിച്ച റിൽവാന്. അപ്പൊ സ്ക്രീനിൽ കളിച്ച റിൽവാൻ ഓർമ്മ വരുമ്പോ നമ്മൾ ഉത്തരം എന്ത് ചെയ്തും? അത് സ്ക്രീനിൽ കളിച്ചു എന്നല്ലേ ഇത്. പിന്നെ എന്താ ചെയ്താ? അതുകൊണ്ട് റിൽവാനെ കൊണ്ട് ഭൂമിയിലൊരു ഉപകാരം ഉണ്ടായി. ഔ വല്ലട്ടല്ലേ. ക്ലാസ് കട്ടായി പോകുന്നുണ്ടല്ലോ ഇടക്ക്. അത് റേഞ്ചിന്റെ പ്രശ്നമാകും. ആരാണ് പറഞ്ഞേ? ബാക്കിയുള്ളവർക്ക് ആ പ്രശ്നം ഉണ്ടോ മക്കളെ? ഇല്ല. അപ്പൊ ഫോണൊന്ന് വെള്ളത്തിൽ വെക്കാ മതി. എല്ലാരും റേഞ്ച് ഇട്ടാ ദ്വാരക്കി. അപ്പൊ ഇൻഷാല്ലാ ഒന്ന് വെള്ളത്തിൽ വെക്കുക, അല്ലെങ്കിൽ റേഞ്ചുള്ളടത്തേക്ക് നിൽക്കുക, എന്താ ചെയ്താൽ മതി ഇൻഷാല്ലാ. അല്ലെങ്കിൽ റെക്കോർഡ് ഉണ്ടാവും. അപ്പോൾ പോയ ഭാഗം ഇൻഷാല്ലാ റെക്കോർഡ് എടുത്തുകഴിഞ്ഞെങ്കിൽ കേൾക്കണം ഇൻഷാല്ലാ. നമ്മൾ തുടരല്ലേ? അപ്പൊ നമ്മള് ഇത് തെർക്കീക്കിനുള്ള ഒരു കാരണമാണല്ലോ. ആണോ അല്ലേ? ആണ്. എന്നാ നമ്മൾ പരീക്ഷ പേപ്പർ നോക്കാൻ പോവാണേ. ഈ കാരണം പരീക്ഷ പേപ്പറിൽ വന്നിട്ടുണ്ടോ എന്നാ നമ്മൾ നോക്കുക. നമുക്കൊരു ഉദാഹരണം കിട്ടി. നമ്മളോട് ഇപ്പോൾ ഇതേപോലെ ഈ ചേരുമ്പടി ചേർക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? റായിനെ തെർക്കീക്ക് ചെയ്തു എന്ന് കണ്ടാൽ നമ്മളെ മനസ്സിൽ ആദ്യം എന്ത് ഓടി വരണോ? ഈ 4 കാരണങ്ങൾ ഇങ്ങോട്ട് വരണം. എന്നിട്ട് നമ്മൾ ആദ്യം നോക്കുക. ഒന്നാമത്തെ കാരണം എന്താ നമ്മൾ പറഞ്ഞേ? റായിന്റെ ഹർക്കത്ത് കെസ്റായിരിക്കുക. ഇതിൽ നോക്കി റായിന്റെ ഹർക്കത്ത് കെസ്റായത് ഏതുണ്ടോ? എവിടെ? ഏതാ ഉള്ളത്? എന്താ? അല്ല ഇവിടെ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയണ്ടേ. ഇനി വല്ല പഠിപ്പികളായിട്ട് ബിസ്റ വല്ല ആളാണ്ട അളിഞ്ഞോടൊക്കെ പറഞ്ഞത് എന്താ? റായിന് കെസറായത് ഇവിടെ ഏതേണ്ടോ? ഒന്നാമത്തെ കാരണമാണ് നമ്മൾ ചെക്ക് ചെയ്യണ്ടേ. അപ്പൊ റായിന് കെസറ എന്ന് പറഞ്ഞാൽ ഇവിടെ കാര്യങ്ങൾ വരണ്ടല്ലേ? അത് നിർത്തുമ്പോ സുക്കൂനല്ലേ? അവിടെ സുക്കൂന വരിക, നിർത്തുമ്പോ സുക്കൂനല്ലേ വരിക? അവിടെ നിർത്തുമ്പോ സുക്കൂന വരിക. അപ്പൊ അത് കൂട്ടൂല, അത് ഒഴിവാക്കി. അപ്പൊ ഇതുണ്ടാവൂല അല്ലേ? അപ്പൊ ഇതില്ല, ഇതുണ്ടാവൂലല്ലോ. കാരണം നിർത്തുമ്പോ സുക്കൂനാണ് വരണ്ടേ അല്ലേ? അപ്പൊ അടുത്തത് നോക്ക് നമ്മള്. അടുത്തതിലുണ്ടോ റായിന് സുക്കൂന് അല്ല റായിന് കെസറ്? റാവ് വന്നിട്ടേ ഇല്ല. ഇവിടെ റായിന് കെസറുണ്ടോ?
ഇല്ല. ഇവിടെ റായിന് കെസറുണ്ടോ? അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം വെൽക്കം വെൽക്കം. ത്വലഅൽ ബദ്റു. ആയിക്കോട്ടെ ഇൻഷാ അല്ലാ. ആരാ വന്നത്? ആരപ്പ വന്നത്? റിഫ. ആ ഇൻഷാ അല്ലാ. റിഫ ഇന്നലെ ക്ലാസ്സിന് കയറിയില്ലേ? ഇല്ല. ഇന്നലെ ഒന്ന് മാളി പോയില്ലേ? ഇൻഷാ അല്ലാ. ഇവിടെ റാവിന് കെസറുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് ഒന്നാമത്തെ കാരണം ഇവിടെ ഉണ്ടോ? തെർക്കീക്കാക്കുക എന്ന ഒന്നാമത്തെ കാരണത ഉണ്ടോ? ഉണ്ടോ? ഇല്ല. എല്ലാവർക്കും ഉറപ്പല്ലേ? മനസ്സിലായില്ലേ? റായിന് കെസറാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാരണം. ആ കാരണം ഇതിലെവിടെയും ഇല്ല. ഓക്കെ അല്ലേ? രണ്ടാമത്തെ കാരണം പറഞ്ഞോടി. തെർക്കീക്കാക്കാനുള്ള രണ്ടാമത്തെ കാരണം റായിന് സുക്കൂനാവുക. ഞാൻ പറഞ്ഞുതരാം. റായിന് സുക്കൂനാവുകയും മുമ്പുള്ളതിന് കെസറാവുകയും ശേഷം ഇസ്തിഅലാഇന്റെ ഹർഫ് ഇല്ലാതിരിക്കുകയും ചെയ്യുക അല്ലേ? അപ്പൊ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യണേ, റായിന് സുക്കൂന് വന്നുകണോ? ഏയ്, ഒന്നാമത്തേല് റായിന് സുക്കൂന് വന്നില്ലേ? റായിന് സുക്കൂന് വന്നോ? റായിന് സുക്കൂന് വന്നുകളില്ലേ? ബോധ്യല്ലേ? ഉറപ്പല്ലേ? ആ, റായിന് സുക്കൂന് വന്നിട്ടുണ്ട്. ഇത് വലുതായി കാണില്ലേ? റായിന് ഒന്നാമത്തേത് റായിന് സുക്കൂന് വന്നിട്ടുണ്ട്. ശേഷം നമ്മൾ എന്താ പറഞ്ഞേ? റായിന് സുക്കൂനാവുകയും മുമ്പുള്ളതിന് കെസറാവുകയും ചെയ്യുക എന്നല്ലേ പറഞ്ഞേ? മുമ്പ് കെസറുണ്ടോ? അപ്പോൾ അതും പോയി. പിന്നെയും പോയില്ലേ? മസൂർ പിന്നെയും വെട്ടിയില്ലേ? മസൂർ പിന്നെയും വെട്ടി. ആരും വരയ്ക്കരുത്. ഹൈ ഹൈ. അപ്പൊ മസ്തൂർ പിന്നെയും വെട്ടി നമ്മള്. അടുത്തത് ബിഹീനക്ക എന്നുള്ളടത്ത് റായിന് സുക്കൂനാണോ കെസറാണോ? വന്നിട്ടേ ഇല്ല. ആ, അടുത്തതില് റായിന് സുക്കൂനാണോ? റായിന് സുക്കൂനാണ്. മുമ്പുള്ളത് കെസറാണോ? അപ്പൊ അതും വെട്ടി. മുണ്ടരുത് അത് പറയരുത്. അപ്പൊ റായിന് സുക്കൂനാണ്, പക്ഷെ മുമ്പ് എന്ത് വന്നിട്ടില്ല? കെസർ വന്നിട്ടില്ല. ബിഹിൽ അർള എന്നുള്ളടത്ത് റായിന് സുക്കൂനാണോ? പക്ഷെ മുമ്പ് എന്താണോ? കെസറാണോ? അപ്പൊ അതും വെട്ടി. അടുത്തത് മർലാത്തില്ല എന്നുള്ളത് റായിന് സുക്കൂനാണോ? അതിന് മുമ്പുള്ള കെസറല്ലേ? അപ്പൊ അതും വെട്ടി. അപ്പൊ നമ്മളെ രണ്ടാമത്തെ കാരണം അല്ല. ഇതിൽ ഉദ്ദേശിച്ചത് എന്തല്ല? രണ്ടാമത്തെ കാരണമല്ല. ഒന്നാമത്തെ കാരണം എന്താ? റായിന് കെസറാവുക. അതല്ലായിരുന്നു അല്ലേ? പിന്നെ രണ്ടാമത്തെ കാരണം റായിന് സുക്കൂനാവുകയും മുമ്പുള്ളത് കെസറാവുകയും ശേഷം ഇസ്തിഅലാഇന്റെ അക്ഷരം ഇല്ലാതിരിക്കുകയും ചെയ്യുക. അപ്പൊ അതും അല്ലല്ലോ, അതും ഇതില്ലല്ലോ. ഇല്ല. എന്നാല് മൂന്നാമത്തത് എന്താ? എന്നാ നമ്മൾ നോക്കുക. ആയിക്കോട്ടെ. സാക്കിനായ റായിന് മുമ്പ് സുക്കൂനുള്ള യാ വരിക അല്ലേ? ഇതല്ലേ മൂന്നാമത്തത്? ഇതില് സാക്കിനായ റാ ഇല്ലേ ഇവിടെ? ഇതിന് മുമ്പ് സാക്കിനായ വാവൂല്ലേ? സുക്കൂനുള്ള യാവൂല്ലേ? ഉണ്ടോ? ഇല്ല. സുക്കൂനുള്ള എന്താ ഉള്ളത് അവിടെ? വാവുള്ളത്. അപ്പൊ അത് പറ്റുമോ?
പറ്റില്ല, വെട്ടി വെട്ടി വെട്ടി. അടുത്തത്, ഇവിടെ സാക്കിനായ റായിന്റെ മുമ്പ് എന്താ ഉള്ളത്? റാന്നല്ലേ അല്ലേ? റായിന്റെ അഡ്രസ് ഇല്ല. അടുത്ത നോക്കി, സാക്കിനായ റായിന്റെ മുമ്പ് യാ ഇവിടെ ഉണ്ടോ? ആ യായിന് സുക്കൂനാണോ? ആ യായിന് സുക്കൂനാണോ? ആ, എന്നാ വേഗം വരി വേഗം വരി വേഗം വരി. ഇവിടെ ഒരു സംഭവം സംഭവിക്കാൻ പോവാണ്. എന്താ നോക്ക? പോലെ ഇവിടെ ഞാൻ ഇത് വരാ. ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ് കുട്ടിപ്പാ, ഒരു മിനിറ്റടാ, ഒരു മിനിറ്റ്. ആ, ഇവിടെ ഞാൻ എഴുതാണ് എന്തേ? ശരിയല്ലേ? എനിക്ക് എത്ര മാർക്ക് കിട്ടി നോക്കട്ടെ കേട്ടാ. എത്ര മാർക്ക് കിട്ടി എന്ന് നോക്കട്ടെ. എത്ര മാർക്ക് കിട്ടി? 2 മാർക്ക്. കുഴപ്പമില്ല കുഴപ്പമില്ല. 2 മാർക്കടാ. എത്ര ചാൾ ഇൻസൾട്ട് ചെയ്യണേ? 2 മാർക്ക് ഇത് കണ്ടില്ല ഇവിടെ. 2 മാർക്ക് ആരാ പറഞ്ഞാള്? മലപ്പുറത്തേരാവില്ല ഏതായാലും. എന്ത്? ആ, സി വരൂ, സി വന്നോളൂ. ആ, ഇപ്പൊ സി വന്നീല്ലേ? ഇതാ സി വരും. സി വന്നേ, ഓക്കെ അല്ലേ? എന്റെ സി അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. ഞാൻ ആടെ കാലത്ത് സ്കൂളിൽ പോയിട്ടൊന്നുമില്ല. പോടാ പോട്ടോ. ഞാൻ അത്ര ഞാനെക്കാട്ടി വരുന്നുണ്ട്. ആയിക്കോട്ടെ, ഇൻഷാ അല്ലാ. അപ്പൊ 4ാമത്തെ കാരണം കൂടി പറഞ്ഞു നിർത്തല്ലേ? 4ാമത്തെ കാരണം എന്താ? സാക്കിനായ റായിന്റെ മുമ്പ് സുക്കൂനുള്ള അക്ഷരമാവുകയും അതിന്റെ മുമ്പുള്ളത് കസ്റാവുകയും ചെയ്യുക. നമ്മൾ അതിന്റെ പിന്നാലെ വെറുതെ ഇങ്ങനെ കൂടണ്ട. ഒരട്ടം പറഞ്ഞതാണല്ലോ അതൊക്കെ അല്ലേ? ഇൻഷാ അല്ലാ. അടുത്ത ചോദ്യം എന്താ? അലിഫിനെ തഫ്ഖീം ചെയ്തു. അലിഫിനെ തഫ്ഖീം ചെയ്തു. അലിഫിനെ തഫ്ഖീം ചെയ്യൽ എപ്പോഴാ? തഫ്ഖീമിന്റെ അക്ഷരത്തെ നീട്ടാൻ വന്നാൽ എന്ത് ചെയ്യും? അലിഫിനെ തഫ്ഖീം ചെയ്യും അല്ലേ? തർക്കീഖിന്റെ അക്ഷരത്തെ നീട്ടാൻ വന്നാൽ എന്താ? അലിഫിനെ തർക്കീഖ് ചെയ്യും. ഓക്കെ അല്ലേ? തഫ്ഖീമിന്റെ അക്ഷരത്തെ നീട്ടാൻ വന്ന അലിഫിനെ എന്ത് ചെയ്യും? തഫ്ഖീം ചെയ്യും. തർക്കീഖിന്റെ അക്ഷരത്തെ നീട്ടാൻ വന്ന അലിഫിനെ എന്ത് ചെയ്യും? തർക്കീഖും ചെയ്യും. സിമ്പിൾ അല്ലേ? ഇതൊരു പാടാണ്. നമ്മൾ മുമ്പ് പറഞ്ഞതല്ലേ? ഇതാ ഇവിടെ ചോദ്യം ആവർത്തിച്ച് വരുന്നുണ്ട്. ചോദ്യം ഈ തജ്വീദ് ഇത്ര എളുപ്പാ കണ്ടില്ല? ആവർത്തിച്ച് വരുന്നേ. ഈ ചോദ്യം നേരത്തെ ചേരുംപടി വന്നു. ഈ ചോദ്യം ഇതാ ഇപ്പൊ ചേരുംപടിയിൽ വന്നിട്ടുണ്ട് അല്ലേ? ആരടാ കളിക്കണേ? പച്ചവരാ. ആർക്കാ കേൾക്കാത്ത? കേൾക്കണില്ലേ? അല്ലാ, കേൾക്കാതെ ഞാൻ ഇവിടെ ഉണ്ട്. കേൾക്കണില്ലേ? ഉസ്താദ് ഇവിടെ ഉണ്ട്. പോടാ. എന്നാ ആയിക്കോട്ടെ, പിന്നെ കാണാം. ആയിക്കോട്ടെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്യല്ലേ? ഇൻഷാ അല്ലാ. എന്നെ അവിടുന്ന് കാണണ്ട്. ഞാൻ തരാം. എനിക്ക് വിരളവാനൊന്ന് കൈ കിട്ടട്ടെ. പറയ്. എന്താ ഉസ്താദ്? ഉസ്താദിന്റെ ഒരു ഭീകരവാദിയാ മോനെ. ഒരു ഭീകരവാദിയാണ്. ഇൻഷാ അല്ലാ പിന്നെ ഒരിക്കൽ ഓണാക്കും. ഒരു മാസം എൻട്രി ആക്കാരോ ഒരു മാസം എൻട്രി. ഇൻഷാ അല്ലാ പിന്നെ നിങ്ങൾ ഓഫാക്കാൻ പറയും.
ഞാൻ എന്നും കണ്ട് പഠിച്ച് ആ ഇൻഷാല്ലാ എനിക്ക് ഞാൻ കാണിച്ചു തരാടാ. ഉണ്ടാവും കാണാൻ കൂട്ടിക്കണം കാണിച്ചാട്ടെ താഴെയുള്ള മനുഷ്യരാ. ഡാ ഞാൻ ഒരു 85 വയസ്സൊക്കെ ഉള്ള ഒരാളാടാ. ആയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല. എന്നാ ഓക്കെ ഇൻഷാല്ലാ പിന്നെ കാണാം. അടുത്ത ഉസ്താദ് 7ാം ക്ലാസ്സിന്റെ ഉസ്താദ് ഇവിടെ ക്ലാസ് എടുക്കാൻ കാത്തിരിക്കാണ്. ടൈം ആയിക്കണേ. ഓക്കേടാ സെറ്റ്. ഇത് പവറാക്കി നമുക്ക് ഇൻഷാല്ലാ കാണാം. ഒരു മാസം എൻട്രി ആയിരിക്കും, ഒരു വരവനായിരിക്കും ആ. എല്ലാരും പൂക്കളൊക്കെ ഇട്ട് സ്വീകരിക്കണോ? ആ ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും. ദ്വാരിക്കേണ്ടി. ആ നോട്ടുമാലൊക്കെ എടുത്തായിട്ട് നിന്നോളേണ്ടി. ആ ഇൻഷാല്ലാ പോണ അവിടുന്ന് ഇറങ്ങി പോണത്. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും.